ഈ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് ഈ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമല അനിലിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിൽ ക്രമക്കേട് നടന്നതായിട്ടുള്ള വളരെ നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകിയെന്നും ഇതിലൂടെ മാത്രം 14 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 1,18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഓഡിറ്റിൽ കണ്ടെത്തിയത്. ഈ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങൾ നൽകാനും ഒരിക്കൽ കൂടി വിജിൻ വായാന്തോട് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഈ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ആ സഹകരണ സൊസൈറ്റിയിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള കണ്ടെത്തൽ കൂടി വരുന്നത്. അതൊക്കെ അനിലിന്റെ മരണത്തിനൊക്കെ എത്രത്തോളം നയിച്ചിട്ടുണ്ട് എന്നുള്ള കാരണങ്ങളൊപ്പം തന്നെ ഇന്നലെ അനിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ കണ്ടെത്തൽ കൂടി ഈ അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും? നിലവിൽ പുറത്തുവരുന്ന കണ്ടെത്തലുകളിൽ എത്രത്തോളം ക്രമക്കേട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് വിജിൻ? ജിൽസി, ഇക്കാര്യത്തിൽ ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേട് ബാങ്കിൽ ഉണ്ടായതായും ഒപ്പം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയുടെ ഭാഗമായിട്ടാണ് ആത്മഹത്യ എന്നതൊക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ആത്മഹത്യാ കുറിപ്പിൽ തന്നെ വ്യക്തമായിരുന്നു. എന്തായാലും ബാങ്കിന്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സഹകരണ രജിസ്ട്രാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തൽ, ഗുരുതരമായ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നതായിട്ടുള്ള കണ്ടെത്തൽ ഉള്ളത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലിശ നൽകി എന്നുള്ളതാണ്. ആ പലിശ നൽകിയതിലൂടെ 14,14,086 രൂപയുടെ നഷ്ടമുണ്ടായി. ഒപ്പം തന്നെ ശമ്പളം നൽകിയതിലും നഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. 1,18,00,000 രൂപയുടെ നഷ്ടമാണ് ഈ ശമ്പളം നൽകിയതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഉള്ളത്. സെക്രട്ടറിയിൽ നിന്നും ഈ തുക കണ്ടുകെട്ടണം എന്നുള്ള പരാമർശവും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുണ്ട്. സംഘത്തിന്റെ പൊതുഫണ്ടും നഷ്ടപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിലൂടെ 12 ലക്ഷം രൂപയാണ് നഷ്ടം വരുത്തിയത്. സഹകരണ നിയമാവലിക്ക് വിരുദ്ധമായി C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകി എന്നുള്ളതാണ്. ഇതിലൂടെ 2.5 കോടി രൂപ കുടിശ്ശികയായി മാറി എന്നുള്ള പരാമർശവും റിപ്പോർട്ടിലുണ്ട്. പ്രതിമാസ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് 4 കോടിയോളം രൂപയുടെ കുടിശ്ശികയും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം പ്രസിഡന്റ് അഡ്വാൻസായി കൈപ്പറ്റിയ 3 ലക്ഷം രൂപ തിരികെ അടക്കാൻ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഏറ്റവും പ്രധാനമായി C ക്ലാസ് മെമ്പർമാർക്ക് ഈ ലോൺ നൽകിയത്, വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട കടം ഒക്കെയാണ്. അതിലാണ് ഈ BJPക്കെതിരെ പോലും ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമുള്ളത്. പല പ്രമുഖരായിട്ടുള്ള തിരുവനന്തപുരത്തെ BJP നേതാക്കൾക്കും ഈ ബാങ്കിൽ നിന്ന് വലിയ തുക ലോൺ എടുത്ത് അത് തിരിച്ചടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അതിന്റെ കൂടുതൽ രേഖകൾ ഉൾപ്പെടെ അല്പസമയത്തിനൊക്കെ പുറത്ത് നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ വലിയ ക്രമക്കേട് കണ്ടെത്തുന്ന ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും തിരുമല അനിൽ ഈ BJP നേതാക്കളോടൊക്കെ പലതവണ ആവശ്യപ്പെട്ടത് ഈ C ക്ലാസ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ വായ്പ അത് തിരിച്ചടക്കണം എന്നുള്ളതാണ്. ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ഒക്കെ തുകയാണ് മറ്റ് ഈടുകളൊന്നും ഇല്ലാതെ തന്നെ ഈ വായ്പയായി നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ട് വീണ്ടും BJPയെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടൽ നടന്നില്ല? അതേസമയം ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് സംഭവിച്ച കാരണങ്ങൾ, ഇത് ആത്മഹത്യക്ക് പ്രേരണയായ സംഭവങ്ങൾ, ഇതിലെല്ലാം പോലീസ് അന്വേഷണം മറുവശത്ത് നടക്കുന്നുണ്ടല്ലോ. പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ എങ്ങനെയാണ്? അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയാണ് വിജയൻ? സൈഫുദ്ദീൻ, ഇക്കാര്യത്തിൽ പോലീസ് ഏറ്റവും പ്രാഥമികമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തന്നെയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതിയായി പോലീസിന് മുന്നിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ഈ വിവാദമായ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിക്കാൻ വായ്പ കൊടുത്തതും ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ ഇടപെടലിലൂടെ കൂടുതൽ വായ്പകൾ ആർക്കെങ്കിലും നൽകുകയും അത് തിരിച്ചടക്കാൻ കഴിയാത്തതിന്റെ മനപ്രയാസമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുകയും അതിനുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആക്ഷേപങ്ങൾ നിലവിൽ ഉയരുന്നുമുണ്ട്. പ്രധാനപ്പെട്ട BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും ഈ ബാങ്കിൽ നിന്ന്, സംഘത്തിൽ നിന്ന് വായ്പയെടുത്തിട്ടുണ്ട്. ആ വായ്പാ തുക തിരിച്ചടക്കപ്പെട്ടിട്ടില്ല. അത് എങ്ങനെയെങ്കിലും തിരിച്ചടപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് പല നേതാക്കളെയും ഈ അനിൽകുമാർ നേരിട്ട് പോയി കാണുകയും പലതവണ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി പറയുന്നത്
നമ്മുടെ ആളുകൾ ഇക്കാര്യത്തിൽ ഈ ലോൺ എടുക്കുകയും പലതവണ ആവശ്യപ്പെട്ടിട്ടും നമ്മുടെ ആളുകൾ ആരും തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത്. അതിനർത്ഥം ഈ BJP പ്രവർത്തകരും നേതാക്കളും ബാങ്കിൽ നിന്ന് വൻ തുക വായ്പയെടുത്തിട്ടുണ്ട്. ആ തുകയുമായി ബന്ധപ്പെട്ട് തിരിച്ചടക്കാൻ ആണ് പലതവണ ഈ പല നേതാക്കളെയും അനിൽകുമാർ കണ്ടിട്ടുള്ളത്. പക്ഷേ അവരിൽ നിന്നൊന്നും സഹായം ലഭ്യമാകാതോടുകൂടിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന തീരുമാനത്തിലേക്ക് തിരുമല അനിൽകുമാർ എത്തിയത്. സൈഫുദ്ദീൻ, നിശ്ചയമായ നമ്മുടെ എന്ന സംഭവം തന്നെയാണ് ജെൽസി BJP കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു ചില ഡെവലപ്മെന്റ്സുകളുടെ കേസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തിരുമല